നമസ്കാരം. പശ്ചിമേഷ്യ ഭീകരമായ യുദ്ധത്തിൻ്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞു. ഇത്തരം ഒരു സാഹചര്യത്തിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളാണ് ഇതിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കേരളത്തിനെയാണ്. കാരണം തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു മലയാളി വിഭാഗമുണ്ട് എങ്കിൽ അവർ കേരളത്തിലേക്ക് എത്തിയാൽ അവരെ എങ്ങനെയാണ് കേരളത്തിൽ ഉറപ്പിച്ചു നിർത്തുക, അവർക്ക് എങ്ങനെയാണ് കേരളത്തിൽ തൊഴിൽ നൽകുക എന്ന ഒരു വലിയ വെല്ലുവിളി കേരളം നേരിടുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യ ഇത്തരമൊരു ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറാന് നേരെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത സൈന്യം ആക്രമണം നടത്തുമ്പോൾ ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നത് ഗൾഫ് മേഖലയിലേക്കാണ്. പ്രധാനമായിട്ടും ഇത് അമേരിക്കൻ താവളങ്ങളിലേക്കാണ് ഇറാൻ ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിലും അവിടേക്കല്ല ഇതിൽ പ്രധാനമായും ആക്രമണം ചെന്ന് പതിക്കുന്നത്. അത് ഗൾഫിലെ പശ്ചിമേഷ്യയിലെ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന ഇടങ്ങളിലേക്കാണ്. പലർക്കും ഷെൽട്ടറുകൾ പോലുമില്ല. അതീവ ഭയാനകമായ സാഹചര്യത്തിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നു പോകുന്നത്. അവിടെ ഖത്തറിലും ബഹ്റിനിലുമുള്ള മലയാളികളോട് തത്തുമൈ ന്യൂസിൻ്റെ പ്രതിനിധികൾ സംസാരിച്ചിരുന്നു. അവരെല്ലാവരും തന്നെ വലിയ ഭയത്താലും ആശങ്കയിലാണ്. കാരണം അവിടെ നിൽക്കുമ്പോൾ തന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെയും ഇത്തരം മിസൈലുകൾ ചെന്ന് പതിക്കുന്നത് അവർക്ക് നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. പലരും അത്തരം ദൃശ്യങ്ങൾ പകർത്തുന്നൊക്കെയുണ്ട്. അങ്ങനെ അത്യധികം ഭയാനകമായ സാഹചര്യത്തിലാണ് മലയാളികൾ അവിടെ കഴിച്ചുകൂട്ടുന്നത്. ഇന്ത്യക്കാരും ഒക്കെ അവിടെ താമസിക്കുന്ന, തങ്ങുന്ന, ജോലി ചെയ്യുന്ന എല്ലാവരും ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിൽ നിന്ന് അവരുടെ വീടുകളിലേക്ക്, അവരുടെ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യത്തെയാണ് നമ്മൾ കേരളീയർ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ഇനി ചിന്തിക്കേണ്ടത്. കാരണം കൃത്യമായ രീതിയിൽ ഒരു വ്യാവസായികവത്കരണം നടക്കാത്ത കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ നിന്ന് വരുന്ന തൊഴിലാളികളെ എവിടെയാണ് നമുക്ക് തൊഴിൽ കൊടുക്കുവാൻ കഴിയുക? ഇതിനെ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ തൊഴിൽശാലകൾ തയ്യാറാക്കേണ്ടിയിരുന്നു. ഇവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുത്തുകൊണ്ട് തന്നെ അവരിൽ കൂടുതൽ ആൾക്കാരെ കേരളത്തിലേക്ക് ആകർഷിക്കേണ്ടി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരമൊരു സാഹചര്യത്തെ നമുക്ക് നോക്കിക്കാണുവാനോ അവരെ സ്വാഗതം ചെയ്യുവാനോ നമ്മൾ ഒരു കാലത്തും ശ്രമിച്ചില്ല. അത്തരം ഭരണാധികാരികൾ കേരളത്തിൽ ഉണ്ടായില്ല എന്നതാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം. ഇനി ഈ വരുന്ന വൈകിയ വേളയിൽ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള വലിയ ആശങ്കയിലാണ് കേരളം. അത് കൂടുതൽ പട്ടിണിയിലേക്ക്, കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക്, കൂടുതൽ കടങ്ങളിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടാകും. ഇനി ഗൾഫ് ധനം വന്നില്ലാത്ത ഘട്ടത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കുന്ന വലിയ ഒരു അളവിൽ വരുമാന സ്രോതസ്സ് തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകും. അങ്ങനെ പല രീതിയിൽ പർച്ചേസിങ് പവറുള്ള ആൾക്കാരുടെ എണ്ണം കുറയുമ്പോൾ കേരളത്തിന് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇത് ഉടൻ തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഇനിയെങ്കിലും ചിന്തിച്ചില്ലെങ്കിൽ കേരളം വലിയ ദാരിദ്ര്യത്തിലേക്ക്, ദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന് നമ്മൾ വീമ്പിളക്കുന്ന ഇടങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്പർ 1 എന്ന് നമ്മൾ വീമ്പിളക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്, നാം നേരിടാൻ പോകുന്നത് ഇത്തരം ഒരു സാഹചര്യത്തെയാണ്. തീർച്ചയായിട്ടും ഇതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നിക്ഷേപങ്ങൾ സംസ്ഥാനത്ത് ആകർഷിക്കേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകുവാൻ സാധിക്കൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.